റിട്ടയർഡ് SP സക്കറിയ ജോർജ് നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഓരോരോ പുതിയ പേരുകൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആഷ്ലിൻ ബെൽമൻ, ഇയാൾ 10ാം ക്ലാസ്സുകാരനാണെന്ന് പറയുന്നു, തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ളതാണ് അറിയുന്ന വിവരം. ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ എന്നാണ് അറിയപ്പെടുന്നത്. മില്യൺ കണക്കിന് ദിർഹം ആസ്തിയുണ്ട് എന്നുള്ളതാണ് അവകാശവാദവും. ഇത്തരം തട്ടിപ്പുകളെയൊക്കെ നമുക്ക് നേരിട്ട് പിടികൂടുക അത് അസാധ്യമാണോ? പ്രത്യേകിച്ചും ഒരു ഗുണ്ടാ മീറ്റപ്പൊക്കെ നടത്തിയ ആളാണ്. ഇതൊക്കെ പിടിക്കാനൊക്കെ നമുക്ക് കഴിയും. പക്ഷേ നമുക്ക് പോലീസിനകത്തൊരു നല്ലൊരു ലീഡർഷിപ്പ് വേണം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഏതാണ്ട് എന്റെ ചിന്തയില് രമൺ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ് 2004 വന്ന DGP മുതൽ പോലീസിന്റെ മൊറയില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്റഗ്രിറ്റി ഇല്ലാത്ത ഓഫീസറായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം നന്നായി അറിയാവുന്ന കാര്യമാണ്. അപ്പം അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഈ നയിക്കുന്നവര് ശക്തരായാലേ ഒരു നാട് നന്നായിട്ട് നല്ല ദിശയിൽ പോവുള്ളൂ. അല്ലെങ്കിൽ ആ സൊസൈറ്റി എല്ലാം ക്രിമിനൽസ് അവർ ഡോമിനേറ്റ് ചെയ്യും. അപ്പം ക്രിമിനൽസ് ഡോമിനേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് അവർക്ക് നിയമത്തെയും ഭയമില്ല, വ്യവസ്ഥിതിയും ഭയമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടഫായിട്ടുള്ള വേണം. പോലീസിലുള്ള കുറ്റവാളികൾക്ക് പോലും KJ ജോസഫ് സാറ് DGP ആയിരുന്ന സമയത്ത് ഭയങ്കര ഭയമായിരുന്നു. അദ്ദേഹം വന്നോടൻ തന്നെ 7-8 മോശക്കാരായ ഓഫീസർമാരെ പിരിച്ചുവിട്ടു സർവീസിൽ നിന്ന്. ഈ ക്രിമിനൽസുമായിട്ട് നമ്മൾ കണ്ടൊരു DYSP പോയി ഒരു ഗുണ്ടയുടെ ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്താണ് കാര്യം? ഇത് പോലീസിനെ നയിക്കേണ്ടവര് നയിക്കേണ്ട രീതിയിൽ നയിക്കുന്നില്ല. അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇവിടെ ശരിയായി സത്യസന്ധമായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനും മോശമായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ വ്യത്യാസമില്ല. മോശമായ ഉള്ളവർക്ക് നല്ല പോസ്റ്റുകൾ കിട്ടുന്നു, ഗ്ലാമറസ് പോസ്റ്റ്, അതുപോലെ ബ്രൈബ് ഉണ്ടാക്കാൻ പറ്റുന്ന പോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് അവര് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്ന് കാശുണ്ടാക്കി സുഖിച്ച് ജീവിക്കുന്നു. സത്യസന്ധരായ ആൾക്കാരെ ഡംപ് ചെയ്യുന്നു, ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യുന്നു. അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉത്തമമായ പോസ്റ്റിംഗ് നൽകി ഈ ക്രിമിനൽസുകളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യണം. അതുപോലെ തന്നെ പോലീസിനകത്തൊരു തിങ്ക് ടാങ്ക് വേണം. ആ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ആൾക്കാരെ ഉൾപ്പെട്ടതായിരിക്കണം തിങ്ക് ടാങ്ക്. അല്ലാതെ രാഷ്ട്രീയക്കാരുടെ താളത്തിന് തുള്ളി. ഞാൻ പറയുന്നു, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, 3-ാം പിറ സിനിമയില് കമലഹാസന്റെ കയ്യിൽ രാമൻ എന്ന് പറഞ്ഞ കുരങ്ങുണ്ടായിരുന്നു. ചാട് രാമ എന്ന് പറയുമ്പോൾ ചാടുന്ന IPS ടോപ്പ് ഒഫീഷ്യൽസ് ആണ് ഈ നാടിന്റെ ശാപം. ഇവരെ മാറ്റി സത്യസന്ധരായ ആൾക്കാരെ കൊണ്ടുവരണം. അപ്പം ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പും സത്യസന്ധരായിരിക്കണം എന്നുള്ളതാണ്. നാടിനെ സ്നേഹിക്കുന്നവരായിരിക്കണം എന്നുള്ളതും വലിയൊരു സത്യമാണ്. ഇപ്പം ഗുണ്ടായിസം ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ ഈ ഗുണ്ടായിസത്തിനോട് തീർത്തും യുദ്ധം നടത്തുന്ന, അത് ധർമ്മയുദ്ധം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ മേളിൽ നിയമിച്ചാലേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അത് ഈ ഇടയ്ക്കൊന്നും ഉണ്ടാവുമെന്ന് എന്റെ പോലീസ് അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീ സക്കറിയ ജോർജ്, താങ്കൾ പറഞ്ഞത് വലിയൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മറ്റൊരു കാര്യം, ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ബോർഡ് വെച്ച് യാത്ര ചെയ്യുക, അതും യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് പറഞ്ഞാൽ അത് ആഡംബര വാഹനങ്ങളാണ്, ആഡംബര വാഹനങ്ങളുടെ അങ്ങേയറ്റമാണ്, ഒരു വലിയ ശ്രേണി തന്നെയുണ്ട് അയാൾക്ക് എന്ന് ഈ റീൽസിൽ പറയുന്നു. ഇനി വാടകയ്ക്ക് എടുത്താണെന്ന് അറിയില്ല കേട്ടോ. എങ്കിൽ പോലും ഈ വലിയ ബോർഡുകളൊക്കെ വെച്ച് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, തമിഴ്നാട്ടിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ള ബോർഡാണ് വെക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ബോർഡൊക്കെ വെച്ച് ഈ വളരെ നിഷ്പ്രയാസം ആർക്കും യാത്ര ചെയ്യാമോ നിരത്തുകളിലൊക്കെ? അതിൽ തെറ്റാണ്. കാര്യം സുപ്രീം കോടതി അവര് പോലും ഇപ്പോഴേ ഇതേലും ടോപ്പ് ലൈറ്റ് ഒക്കെ മാറ്റി ഹൈക്കോടതി ജഡ്ജസിന് ഇല്ല. അപ്പൊ ഈ ചിലരൊക്കെ രാഷ്ട്രീയക്കാരുടെ കാല് പിടിച്ച്, അവർക്ക് കേപ്പബിലിറ്റി ഒന്നുമില്ല, അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യം, രാഷ്ട്രീയ അടിമത്വം കൊണ്ടാണ് അവർ ഉന്നത പോസ്റ്റുകൾ വാങ്ങിക്കുന്നത്. നമുക്കറിയാമല്ലോ, അല്പന ഐശ്വര്യം ഉണ്ടായാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ബോർഡ് വെച്ച് പോകുന്ന അല്പന്മാരാണ് പലപ്പോഴും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. ഈ അല്പത്വമൊക്കെ മാറണം. ഈ രാജ്യത്തെ ഉത്തമ നിയമങ്ങളെ അനുസരിച്ച് ഈ രാജ്യത്തിന് വേണ്ടി വളരെ നിസ്സീമമായ സേവനം ചെയ്യാൻ വരുന്നവർക്കാണ് പോസ്റ്റ് കൊടുക്കേണ്ടത്. മെറിറ്റ് ഇല്ല. ഇവിടെ എല്ലാം പൊളിറ്റിക്കൽ ബയാസ് ആണ്. അപ്പൊ മെറിറ്റ് വരുന്നാലേ നമ്മുടെ സമൂഹം രക്ഷപ്പെടത്തുള്ളൂ. മെറിറ്റ് എന്ന് വരുമെന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. ഉന്നത പോസ്റ്റുകളെല്ലാം രാഷ്ട്രീയമായ താല്പര്യങ്ങൾ വെച്ച് അവർ വീതിച്ചെടുക്കുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആത്മത്യാഗവും അവരുടെ ജീവത്യാഗവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. കാര്യം ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ സമർപ്പിച്ചത്. പക്ഷെ ഇന്ന് പിൻഗാമികൾ വന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും
ഉന്നതത വരുന്ന ആ പാർട്ടികളിലെ കള്ളന്മാരാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം. ഇത് മാറണമെങ്കിൽ ഗാന്ധിജിയുടെ മാതിരിയുള്ള നേരും നെറിയുള്ളവർ പൊളിറ്റിക്സിൽ വന്ന് ഈ രാജ്യത്തെ നയിക്കണം. റൈറ്റ്. സക്രിയ ജോർജാണ് പ്രതികരിച്ചത്. റിട്ടയർ SP ആണ് അദ്ദേഹം.